إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നിലകൊള്ളണം എന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന് തൃപ്തികരമായ നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലേക്ക് അല്ലാഹു നമുക്ക് ആയുസ് നൽകുകയും ആഫിയത്തോടുകൂടി സൽക്കർമ്മങ്ങളിൽ നിരതരാവാനുള്ള മഹാഭാഗ്യം നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരൊക്കെ വഴക്കും വക്കാണുമില്ലാതെ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണം എന്നതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അഫ്ശുസ്സലാമ ബൈനക്കും തഹാബ്ബൂ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഒരു സഹജവാസനയാണ് സ്നേഹം. അത് പ്രത്യേകിച്ച് പഠിപ്പിക്കപ്പെടാതെ തന്നെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞു വച്ച തിരുവചനത്തിൽ പരസ്പര സ്നേഹം ഉണ്ടാക്കേണ്ടുന്നതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ധാരാളം മാർഗനിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ ഇസ്ലാം തന്നിട്ടുണ്ട്. സ്നേഹിക്കാൻ ഒരു ദിവസം
അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിന് സ്നേഹവുമായിട്ട് ബന്ധമൊന്നുമില്ല. പേര് പോലെയല്ല പ്രവർത്തനം എന്നർത്ഥം. ഇസ്ലാമിക മൂല്യങ്ങളില്ലാതാക്കാൻ, ഇസ്ലാം ലോകത്തിന് കുറെ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായി വന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, മതമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം അതിന്റെ പൈതൃകങ്ങളെ പ്രകടമാക്കിക്കൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ഒരു മുസ്ലിമിന് മറ്റുള്ളവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതവന്റെ വേഷവിധാനത്തിലൊന്നുമില്ല, അല്ലാതെ തന്നെ അറിയാം ഒരു മുസ്ലിമാണെന്നുള്ള കാര്യം. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമിന്റെ മൂല്യങ്ങളും വിശ്വാസി കൊണ്ടു നടക്കുന്നവന്റെ പൈതൃകങ്ങളും ഒക്കെയാണ്. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല എല്ലാ ഇസ്ലാമിനെതിരെയുള്ള മുഴുവൻ ശക്തികളുടെയും താല്പര്യം, അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ഒരു വൃത്തികെട്ട ആഘോഷമാണ് ഈ വാലന്റൈൻസ് ഡേ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു പേരാ, പക്ഷേ സ്നേഹത്തിന്റെ ശരിയായ അർത്ഥമോ എന്താണ് സ്നേഹം എന്നതിനെ കുറിച്ചോ ഒന്നും അല്ലാതെ പറയുന്നത്. അത് രണ്ടാണ്. സ്നേഹം എന്നതും നിലവിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതും രണ്ടാണ് എന്നർത്ഥം. ഞാനത് വിശദീകരിക്കാതെ തന്നെ അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ദിവസം യഥാർത്ഥത്തിൽ ഈ ഒരു പേരിട്ടിട്ട് നടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമല്ല, പ്രേമമാണ്. ഈ പ്രേമം എന്ന വാക്ക് തന്നെ മുസ്ലിം സമുദായത്തിൽ പല ആളുകൾക്ക് പോലും അതെവിടെ ഉപയോഗിക്കണം എന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇഷ്കുർ റസൂലും അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക് എന്നാ പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ക്, അള്ളാഹിനോടും റസൂലിനോടും ഒക്കെ ഇഷ്ക് വെക്കാൻ എന്താ, അള്ളാഹു റസൂലും ഒക്കെ കാമുകനോ കാമുകേറ്റാണോ? നല്ല പ്രേമത്തിന്റെ അർത്ഥം. പ്രേമം എവിടെയാണ്? അതുപോട്ടെ, അത് വിഷയത്തിലേക്കല്ല വരുന്നത്. അപ്പൊ സ്നേഹം വേറെയാണ്, പ്രേമം വേറെയാണ്. ഇതര ജെൻഡറിനോടുള്ള അഭിനിവേശം വേറെയാണ്. ഈ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഗതി ഇതാണ്. കുറെ പ്രേമിക്കുക, അതിന് ലൈസൻസ് കിട്ടിയൊരു ദിവസം, ജാരന്മാരെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഖുർആൻ വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്, വല മുത്തഖിദി അഖ്ദാൻ വല മുത്തഖിദാതി അഖ്ദാൻ. രണ്ടുമുണ്ട്. വിശ്വാസികൾക്ക് ജാരന്മാരുണ്ടാവുകയില്ല, വിശ്വാസിനികൾക്കും ഉണ്ടാവുകയില്ല. രഹസ്യ കാമുകന്മാരെ വെക്കുന്നവരല്ല വിശ്വാസികൾ. അപ്പൊ കാമുകനെയും കാമുകയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരിധികളില്ലാത്ത അശ്ലീലതകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. പരിധികളില്ലാത്ത ലൈംഗിക സ്വാതന്ത്ര്യം, ലിബറലിസം ഒക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തു പോയതാണ്. അതിന് സർവ സ്വാതന്ത്ര്യവും കിട്ടുന്ന ഒരു ദിവസം. യഥാർത്ഥത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു പുരുഷനും അയാളുടെ ഭാര്യയും, ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും തമ്മിലുള്ള ശുദ്ധമായ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അങ്ങനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ശുദ്ധ സ്നേഹം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കറകളില്ലാത്ത, കലർപ്പില്ലാത്ത, അതിരു ചാടലുകളില്ലാത്ത, വേലിപ്പൊളിക്കലുകളില്ലാത്ത ശുദ്ധമായ സ്നേഹത്തെക്കുറിച്ച് പറയാനായിരുന്നെങ്കിൽ അത് ശരിയാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ വൈകാരിക പ്രകടനങ്ങൾക്കും അവന്റെ മാനസിക ഭാവങ്ങൾക്കും ഒക്കെയായി ഒരു ദിവസം അതിനുവേണ്ടി തന്നെ നിശ്ചയിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താണ്? സ്നേഹിക്കാനൊരു ദിവസം, പിണങ്ങാനൊരു ദിവസം, ദേഷ്യപ്പെടാനൊരു ദിവസം, ചിരിക്കാനൊരു ദിവസം, അതിന്റെ ഒന്നും ആവശ്യമുള്ളതല്ല. അതൊക്കെ മനുഷ്യന്റെ സഹജ ഭാവനയായിട്ട് അവന്റെ കൂടെയുള്ളത് കൊണ്ട് എന്തുകൊണ്ടാവേണ്ട സംഗതിയാണ്. അതിനോട് പ്രത്യേകിച്ച് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. അത് യൂറോപ്യൻ കണ്ടുപിടിച്ചൊരു സംഗതിയാണ്. ജീവിതത്തിൽ നിന്ന് നന്മകളൊക്കെ കൈമോശം വന്നുപോയ ഒരു ജനത ഈ ചില നന്മകളെയൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ഈ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു സംഗതിയാണ്, അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം. അപ്പൊ
യൂറോപ്യൻ നാടുകളിലൊക്കെ ആളുകൾ അമ്മയെ ഫോൺ ചെയ്യുന്നത് വർഷത്തിലൊന്നാണ്. ആ ഒരു ദിവസം മാത്രം നോക്കിയിട്ട് അമ്മയുടെ കാലിന്റെ അടിയിലെ മണ്ണ് സ്വർഗമാണ് എന്ന് പഠിപ്പിച്ച ദർശനത്തിൽ നിന്ന് എന്താ പറഞ്ഞ ഇത്തരത്തിലുള്ള ഭാവങ്ങൾക്ക്, വിചാരങ്ങൾക്ക്, വൈകാരിക തലങ്ങൾക്കൊക്കെ ദിവസം കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ ഒരു മണ്ടങ്ങപ്പാടാണ്. അത് പോട്ടെ, ഇതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. എന്താണ് ഈ വാലന്റൈൻ ഡേ? ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം വൃത്തികെട്ട ദുഷിച്ച ഒരു ക്രിസ്ത്യൻ ആചാരമാണ്. അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. അതിന്റെ ചരിത്രം അതിനപ്പുറത്തേക്ക് വേറെ പരിശോധിക്കാനുണ്ട്. ആ ചരിത്രത്തെ റോമൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ വിഷയത്തിൽ തർക്കവിതർക്കങ്ങളുണ്ട്. അത് പോട്ടെ. ഏതായാലും നിലവിൽ അതൊരു ക്രിസ്ത്യൻ ആചാരമാണ്. ഇതിന് വേണ്ടിയിട്ടൊന്ന് റോസാപ്പൂ അടക്കം കൊടുക്കാൻ നിൽക്കുന്ന കുട്ടികൾക്ക് അറിയില്ല. അവര് അവിടെ സാമൂഹിക ജീവിതത്തിൽ ഒഴിവാക്കപ്പെടാതെ ആചരിക്കേണ്ടത് എന്തോ ഒരു സംഗതിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ അജ്ഞരാണ്. നമ്മളുടെ പൈതൃകത്തെ സംബന്ധിച്ച്, നമ്മൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കാര്യമായ ബോധം നമുക്കുണ്ടാവണം. ആരുടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആളുകൾ കാണിക്കുമ്പോഴത്തേക്ക് കൂടേണ്ടവരല്ല നമ്മൾ. നമ്മളുടെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് അഭിമാനബോധം ഇല്ലാതെ വരുമ്പോഴാണല്ലോ മറ്റു പലതുമൊക്കെ കടം കൊള്ളേണ്ടി വരുന്നത്. അല്ല, ഞങ്ങളെ മുസ്ലിങ്ങളാണ്. ഞങ്ങളെ ഇതരരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചിലത് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ചവറും കൈനീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് പറയണം. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മുസ്ലിമിന് അവിശ്വാസികളുടെ പാരമ്പര്യത്തെ പിന്തുടരാൻ കഴിയില്ല. ഈ ആഘോഷം എവിടെന്നാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഓരോ സംഗതിയെക്കുറിച്ചും വിധി പറയുമ്പോഴത്തേക്കും യുക്തിബോധമുള്ള, വിവേകമുള്ള ഓരോ വ്യക്തിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യം. അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ വിധിയും സംശയലേശം തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെ ആടി എന്നിട്ട് മനസ്സിലാക്കിയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കൊടുക്കില്ല. എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്? നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ചവർ എന്നുള്ള നിലക്ക് ഇസ്ലാമിന്റെ ആ വിധിയെ സമ്പൂർണമായി അംഗീകരിക്കൽ, അത് സമ്മതിക്കൽ, അതിൽ ഉറച്ചു നിൽക്കൽ നമുക്ക് നിർബന്ധമാണ്. എടി 3-ാം നൂറ്റാണ്ടില് റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന ക്ലോഡിയോസ് രണ്ടാമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അയാള് തന്റെ സൈനികർക്ക് കല്യാണം കഴിക്കൽ വിലക്കി. വിവാഹം കഴിക്കണ്ട. സൈനികരാരും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുടുംബവുമായി ബന്ധപ്പെടേണ്ടി വരും. പിന്നെ ഭാര്യ മക്കളായി അവർ സ്നേഹിക്കേണ്ടി വരും. അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായി യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ സൈനികർക്ക് മടി വരും. അതല്ല സംഭവിക്കുക. ഒരാൾ കുടുംബവുമായി കൂടി ഒട്ടി നിൽക്കുമ്പോഴത്തേക്കും ആവശ്യമില്ലാത്ത ശല്യങ്ങളിലൊന്നും ഇടപെടാൻ തയ്യാറാവില്ലല്ലോ. നമ്മളൊക്കെ ചെറുപ്പക്കാരെ പറയാറില്ലേ, ക്യൂബയിൽ ഇപ്പോഴാ മര്യാദയ്ക്ക് ഒടിക്കാൻ തുടങ്ങിയത്, എന്നിട്ടാ കല്യാണം കഴിച്ചത്. കാരണം ഇതുവരെ ആരോട് കമ്മിറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇനിയിപ്പോ താൻ ആർക്കൊക്കെയോ വേണ്ടിയാണ് ജീവിക്കുന്നുള്ള ബോധം എനിക്ക് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ന്യായമായും ത്രോട്ടിൽ അധികം തിരിക്കില്ല, അധികം വണ്ടി ആക്സിലേറ്റർ കാല് കൊടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പട്ടാളക്കാർക്കും രാജാവിന് വേണ്ടി ചാവാൻ, രാജാവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സൈനികരെ എന്നും കിട്ടാൻ വേണ്ടിയിട്ട് സൈനികരോട് കല്യാണം കഴിക്കണ്ട എന്ന് അവർ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ രാജാവിന്റെ ഈ ഒരു തീരുമാനത്തെ യഥാർത്ഥത്തില് ഇത് ഒരു മനുഷ്യത്വരഹിതമായ ഒരു തീരുമാനമാണ്. അയാൾ മനസ്സിലാക്കിയ പൊട്ടത്തിന് അയാൾ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ നാട്ടിൽ ജീവിച്ചിരുന്ന വാലന്റൈൻ എന്നിവരുണ്ടായിരുന്ന ഒരാള് ഈ രാജാവിന്റെ ഈ തീരുമാനത്തെ നേരിടാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? രഹസ്യമായി വിവാഹം ചെയ്തു. ഈ ഒരു ദിവസത്തില് ഒരു പ്രത്യേക ആഘോഷം ആ സമയത്ത് നടക്കുന്ന റോമൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ആചാരം നടന്നു വരുന്ന, ഒരു ആഘോഷം നടന്നു വരുന്ന ദിവസവും കൂടിയായിരുന്നു ഫെബ്രുവരി 14. അയാൾ ആ ദിവസം തന്നെ നോക്കി കല്യാണം കഴിച്ചു. രഹസ്യമായി വിവാഹം കഴിച്ചു, പരസ്യമായിട്ടല്ല. ഇയാൾ രഹസ്യമായി വിവാഹം ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ രഹസ്യ ഇടപാടുകളാണ് ഈ ദിവസം നടക്കുക, പരസ്യമല്ല, രഹസ്യമായിട്ടാണ്. പക്ഷെ രാജാവ് അതറിഞ്ഞു. രാജാവ് ഇയാളെ പിടിച്ച് തടവിലാക്കി. തടവിൽ കിടന്നുകൊണ്ട് ഇയാൾ ജയിലറുടെ മകളുമായിട്ട് പ്രേമത്തിലായി. എന്താ പറഞ്ഞ സ്നേഹമല്ല ഇവിടെ മാംസനിബദ്ധമായ എന്താ പറയുക പ്രേമമാണ്. നമ്മുടെ കവികൾ പാടിയതുപോലെ ജയിലറുടെ മകളുമായി സ്നേഹത്തിലായി. ആ വിവരം അറിഞ്ഞോടുകൂടി AD 270 ഫെബ്രുവരി 14 ഇയാള് വധിക്കപ്പെട്ടു. ഇയാൾ നേരത്തെ തന്നെ ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു. ക്രിസ്ത്യൻ അച്ഛനായിരുന്നു. പുരോഹിതനായതുകൊണ്ട് തന്നെ ഒരു പുരോഹിതൻ കൊല്ലപ്പെട്ടതോടുകൂടി ഇയാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. സെന്റ് എന്ന ഇയാൾക്ക് വിശുദ്ധ പദവി കിട്ടി. ഇയാള് സെന്റ് വാലന്റൈൻ അങ്ങനെയാണ്. അപ്പൊ
കൊല്ലപ്പെട്ടുപോയ രാജാവ് പിടിച്ചു കൊന്ന ഒരു ക്രിസ്ത്യൻ പാതിരി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട്. എന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഇയാൾ നിലകൊണ്ടു എന്നുള്ളതാണ്. വലിയ സംഗതിയാണല്ലോ. രഹസ്യമായിട്ട് കല്യാണം കഴിക്കുക, ജൈനരുടെ മകളുമായി പ്രേമത്തിലാവുക, അതിന്റെ പേരിൽ ഇയാൾ എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റം ചെയ്യപ്പെട്ട ഒരാള് ഇസ്ലാമിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ വിഷയത്തിൽ ഇസ്ലാം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇയാൾ രണ്ട് സംഗതിയാണ്. ഇയാൾ കൊല്ലപ്പെട്ടൊരു പുരോഹിതനാണ്, ഇയാൾ പ്രണയിനികൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടയാളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാൾ വിശുദ്ധനാക്കപ്പെട്ടു. ഇയാളുടെ ഈ ഒരു ദിവസം എന്ത് ചെയ്തു? യൂറോപ്യൻ നാടുകളിൽ, ഇന്ത്യയിലേക്കൊക്കെ അത് പിന്നീട് കുടിയേറിയതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ സംഗതി ഇല്ലാത്ത സാധനമാണ്. ഇസ്ലാമിന് മാത്രമല്ല, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗം പോലും ഇല്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ സംഘ് പരിവാർ ശക്തികൾ പോലും ഈ ഒരു ദിവസത്തെ എതിർക്കുന്നുണ്ട്. ഇപ്പൊ സംഘിസത്തിനെതിരായിട്ട് ചെയ്യാന്നുള്ള നിലക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ ഇടതുപക്ഷ സംഘത്തിലുള്ള ആളുകളൊക്കെ എന്ത് പറയുമ്പോൾ രാഷ്ട്രീയത്തിലേ പോകും. ചിലത് പറയുമ്പോഴത്തേക്ക് അറിയാതെ പറഞ്ഞു പോണെന്നാണ്, പറയണമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പൊ ഈ ഒരു സമയത്ത് യുവാക്കളുടെ യൂറോപ്യൻ നാടുകളിലുള്ള അവരുടെ പണി ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും നമ്മുടെയൊക്കെ മുഖ്യം തുമ്പത്തേക്ക് വന്ന് ഈ ദിവസത്തില് റോസാപ്പൂക്കൾ കൊടുത്ത്, പ്രണയലേഖനങ്ങൾ കൊടുത്ത്, ആശംസാ കാർഡുകളൊക്കെ ഇങ്ങനെ കൈമാറി. ഇത് നമ്മൾ കാണുന്ന ഇതിന്റെ പ്രകടമായൊരു ഭാവമാണ്. ക്യാമ്പസുകളിൽ കാണുന്ന പ്രകടമായൊരു ഭാവമാണ്. ഇതിനപ്പുറത്ത് ഈ പ്രകടനങ്ങൾക്കപ്പുറത്ത് ആഘോഷത്തിന്റെ വേറെ ചില വശങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന്റെ ശരിയായ നിലക്കുള്ള ആ ആഘോഷം നടക്കുന്നത് അത് അമേരിക്കയിലും യൂറോപ്പിലൊക്കെയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ദിവസമാണ് ഈ പറഞ്ഞ ഈ കാമുകന്മാർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈസൻസ് കിട്ടുന്ന ദിവസങ്ങൾ. എത്രത്തോളം വെച്ച് കഴിഞ്ഞാല് ഹൈസ്കൂളുകളിലും സർവകലാശാലകളിലും ഒക്കെ ഈ ഒരു ദിവസത്തെ കണക്ക് കൂട്ടിയിട്ട് ഗർഭനിരോധന ഉറകൾ വിതരണം ചെയ്യാന്നാണ്. അവിടെ ഞാൻ ഇല്ലാത്ത പറയില്ല, അന്താരാഷ്ട്ര മീഡിയകളിൽ കിട്ടിയ വാർത്ത അനുസരിച്ചിട്ട് തന്നെ പറയണത്. ബാത്റൂമുകളിലൊക്കെ ഇത് പ്രത്യേകമായി സ്ഥാപിച്ചു വെക്കും ഈ കോണ്ടം. എന്റെ ലൈസൻസ് ആണല്ലോ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവരിത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പതിയെ പതിയെ നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഇതിനു വേണ്ടി കൊടുത്തൊരു ദിവസമായതുകൊണ്ട് ആർക്ക് എന്ത് കൂത്താട്ടവും ആകാം എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ അവിശ്വാസികൾക്ക് ഇതൊരു വിശുദ്ധ ലൈംഗികതയ്ക്കുള്ള ഒരു അവസരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഈ ഒരു ദിവസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, മുസ്ലിങ്ങൾ എന്തിന് ഇത് തങ്ങളുടെ ആചാരത്തിലേക്ക് നമ്മുടെ ആഘോഷ വേളകളിലാക്കി മാറ്റി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളല്ലാട്ടോ, കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ക്യാമ്പസ് ലൈഫ് ആസ്വദിക്കുന്ന നമ്മുടെ ചെറുപ്പത്തെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഇത് കൊണ്ട് നടക്കണം? എന്തിനവർ ഈ സമയത്ത് ആരോടെങ്കിലുള്ള തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവര് റോസപ്പൂക്കൾ കൈമാറുന്നു? വിശുദ്ധ ഖുർആനും തിരുചര്യയും അത് ഗവേഷണം നടത്തി നമുക്ക് വിശദീകരിച്ചു തന്ന പണ്ഡിതന്മാരൊക്കെ ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത്. അറബ് നാടുകളിൽ പോലും അവിടെയുണ്ട് ഈ സാധനം. മുസീബത്ത് അങ്ങനെയാണല്ലോ. തിന്മ ലോകത്ത് പ്രചരിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. നന്മകൾ പ്രചരിക്കാനാണ് യുഗങ്ങൾ വേണ്ടി വരുന്നത്. തിന്മകൾക്ക് വളരെ പെട്ടെന്നാണ് പ്രചാരണം കിട്ടുക. അപ്പൊ നമ്മുടെ ഒരു എവിടെയെങ്കിലും ഒരു ഇല്ലാത്തൊരു കഥ ഒന്ന് പരത്തി നോക്കിക്കോളൂ. ഏതോ ഒരു നാട്ടിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എരുമേലിയിലൂടെ ഒരു കലാപം നടന്നിട്ടുണ്ട്, എന്തോ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട്. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ, ക്ഷേത്രത്തിൽ പൂജിക്കാൻ നിന്നയാള് ശിവലിംഗത്തിന്റെ പിന്നിൽ 250 ഗ്രാം മാംസകഷ്ണം കണ്ടു. അപ്പോഴത്തേക്ക് ആ നാട്ടിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ക്ഷേത്ര അലങ്കോലാക്കാൻ വേണ്ടി ആരോ കൊണ്ട് വലിച്ചെറിഞ്ഞതാണ്. പോലീസ് സമയത്ത് ഇടപെട്ടിട്ട് CCTV ക്യാമറ പരിശോധിക്കുമ്പോഴത്തേക്ക് കള്ളനെ കിട്ടി. ഒരു പൂച്ച മാംസം കഴിച്ചുകൊണ്ട് പോയി അകത്ത് കയറിയിട്ട് അവിടെ കൊണ്ടിട്ടതാണ്. അപ്പൊ വേണ്ടാത്ത കാര്യങ്ങൾക്ക് പ്രചാരണം വളരെ വേഗത്തിലാണ് കിട്ടുക. നിമിഷങ്ങൾ കൊണ്ട് അത് ചാനലുകളെ സംപ്രേഷണം ചെയ്തതിനേക്കാളൊക്കെ വേഗം ഈ സാധനം അപ്പുറത്തേക്ക് എത്തിയിരിക്കും. നന്മകൾ ഒരിക്കലും കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. നന്മകൾ കൈമാറ്റം ചെയ്യപ്പെടാൻ ഈ പറഞ്ഞുള്ള നൂറ്റാണ്ടുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അറേബ്യയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കേരളക്കരയിലെത്താൻ വേണ്ടി കുറെ വർഷങ്ങൾ എടുത്തില്ലേ നന്മകളുടെ പ്രശ്നം അതാണ്. അപ്പൊ തിന്മകൾ എല്ലായിടത്തും, അത് അറബ് നാടുകളാണെങ്കിലും അത് കേരളമാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തിന്മയുണ്ടെങ്കിൽ ആ തിന്മകളൊക്കെ ലോകത്ത് വളരെ വേഗം പ്രചരിക്കും. പിശാച് അതിന് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ഈ വിഷയത്തിൽ ചുരുക്കി പറയാനുള്ള സംഗതി, ഇത് മുശ്രിക്കുകളുടെ ആഘോഷമാണ്. ഞാനിതിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു. അപ്പൊ തന്നെ നമ്മളല്ല എന്ന് മനസ്സിലായി. അത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അയാളുമായി ബന്ധപ്പെട്ട് ആ മതത്തിന്റെ ആളുകൾ അവർക്ക് എങ്ങനെയാണല്ലോ, അവർക്ക് ഏത് തരത്തിൽ എവിടെയെങ്കിലും വിശുദ്ധനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധനെ വെച്ചിട്ട് പിന്നെ ആരാധന നടത്തുക എന്നുള്ളതാണ്. സെന്റ് പോൾ പ്രേ ഫോർ ആസ് അല്ലെ, ക്രിസ്ത്യൻ പള്ളികളിൽ എഴുതി നമ്മൾ കാണുന്നുണ്ട്. ഓരോ പള്ളിയും ഓരോ വിശുദ്ധന്റെ പേരില്ല. ആ വിശുദ്ധന്റെ അവിടെ തന്നെ ആദ്യ പ്രാർത്ഥന വെച്ചിട്ടുണ്ടാവും, പ്രേ ഫോർ ആസ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഇങ്ങനെ അവർക്ക് വേണ്ടി ആഘോഷിക്കാനായി ഓരോ ദിവ്യന്മാരെ സൃഷ്ടിച്ച് അതിനു വേണ്ടുന്ന ആഘോഷങ്ങൾ പള്ളിപ്പെരുന്നാൾ നടത്തുന്ന പോലെ, റാസ നടത്തുന്ന പോലെ മുസ്ലിമിന് യഥാർത്ഥത്തിലുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. നമ്മളതിനെ സമ്പൂർണ്ണ ഏത് രീതിയിലാണോ പള്ളിപ്പെരുന്നാളിനെ നമ്മൾ മാറ്റി നിർത്തുന്നത്, അവരുടെ ആഘോഷം അവരാഘോഷിച്ചോട്ടെ, നമ്മളതിലേക്ക് ഇടപെടേണ്ട ആവശ്യം. അപ്പൊ മുശ്രിക്കുകളുടെ ഏത് ആഘോഷവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പച്ച ഹറാമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നൊരു ഹദീസ് അവർ പറയുന്നുണ്ട്, ഈദുൽ ഫിത്തറിലാണോ ഈദുൽ അദ്ഹായിലാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലുണ്ട്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മകളുടെ വീട്ടിലേക്ക് വരുന്നത്. 2 അൻസാരി പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തിരുന്ന് ആയിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ആ സമയത്ത് ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഏതോ ഒന്നിൽ. അപ്പൊ ഈ പാട്ട് കണ്ടപ്പോഴത്തേക്കും അന്നത്തെ ബുആസ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള പാട്ടാണ്. അറേബ്യയിൽ പണ്ട് നടന്ന ഒരു വലിയ യുദ്ധം, മദീനയിൽ നടന്നൊരു യുദ്ധം, മദീനക്ക് മുമ്പ് യസ്രിബായിരുന്ന കാലഘട്ടത്തിൽ ബുആസ് യുദ്ധത്തെ കുറിച്ചുള്ള പാട്ട് ഇവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പാട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് നബി ഇത് കേൾക്കുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു കേൾക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കടന്നു വന്നിട്ട് അബൂബക്കർ ഇങ്ങനെ അല്ലെ മിസ്മാറു ഷൈത്താൻ, പിശാചിന്റെ ആലാപനാണ് റസൂലിന്റെ മുമ്പിൽ വെച്ച് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ പറയുന്നുണ്ട്, ദഅഹുമാ യാ അബൂബക്കർ, അബൂബക്കറെ അവരെ വിട്ടേക്ക്, ആ പെൺകുട്ടികളെ വിട്ടേക്ക്. ലികുല്ലി ഖൗമിൻ ഈദൻ, എല്ലാ ജനതയ്ക്കും ആഘോഷവേളകളുണ്ട്. വഇന്ന ഈദന ഹാദൽ യൗം, ഇത് നമ്മളുടെ ആഘോഷ ദിവസമാണെന്ന്, പെരുന്നാളല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ആഘോഷം ഏതാന്ന് പഠിപ്പിച്ചു തരാണ്. ആളുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുക, അതിന് നാട്ടുകാരുടെ ഒപ്പം നിൽക്കുക, അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾ മതേതരചര്യയുടെ ഭാഗത്താവുകയുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഈ പൊതുസമൂഹത്തിന്റെ പുറത്താണ് എന്നുള്ളൊരു തോന്നൽ, അതിന്റെ ഒന്നും ആവശ്യമില്ല. പൊതുസമൂഹം ആഘോഷിക്കുന്ന ആഘോഷട്ടെ, നമുക്കൊരു 2 ആഘോഷം സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അത് ആഘോഷിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ ആ വിഷയത്തില് എന്താണ് നമ്മളുടെ ആഘോഷം, അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്നുള്ളത് മതചടങ്ങുകളുടെ ഭാഗമാണ്. ഇത് റസൂൽ പഠിപ്പിക്കുകയാണ് ആ വിഷയത്തിൽ. എല്ലാ സമൂഹത്തിനും ഓരോ ഈദിന്റെ ഒരു ആഘോഷമുണ്ട്. അപ്പൊ ആഘോഷം എന്നുള്ളത് മതചടങ്ങിന്റെ ഭാഗമാണ്. ഇസ്ലാമിന്റെ ഈദ് എന്നുള്ളത് ഇസ്ലാമിന്റെ മതചടങ്ങിന്റെ ഭാഗമാണെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങളും അവരുടെ മതത്തിന്റെ ഭാഗമാണ്, മതവിധിയുമായി ബന്ധപ്പെട്ടതാണ്. മതവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മതവിധികളെ സംബന്ധിച്ച് ഇസ്ലാം എന്താണോ പറയുന്നത്, ഇസ്ലാമിന്റെ ആ നിർദ്ദേശം പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് വിഷയത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് പറഞ്ഞാണ്. അദ്ദേഹം പറയുന്നു, ഇന്ന അൽ അയാദ മിൻ ജുംലത്തി ശർഅ വൽ മിൻഹാജ്, ആഘോഷങ്ങൾ എന്നുള്ളത് ഒരു മതവിധിയുടെ ഭാഗമാണ്. ഏത് മതത്തിന്റെയും ആഘോഷം ആ മതത്തിന്റെ ഭാഗമാണ്. ഹിന്ദു മതത്തില് ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അത് ഹിന്ദു മതത്തിന്റെ ഭാഗമാണ്. ക്രൈസ്തവ മതത്തിൽ ഒരു ആഘോഷം ഉണ്ടെങ്കിൽ അത് ക്രൈസ്തവ മതത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ അള്ളാഹു എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്ന് ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യ പറയുന്നു, പടച്ചതമ്പുരാന്റെ ഖുർആനിലെ ആയത്ത് ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു, ആയത്താണ്, അള്ളാഹുവിന്റെ ആയത്താണ്. ലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനും ജഅൽനാ മൻസകൻ, അവർക്ക് നാം ഓരോ മാർഗം എത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹും നാസികൂ, അവർ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു സമുദായത്തിന്റെ ആഘോഷം ഇതര സമുദായക്കാർ ഏറ്റെടുക്കേണ്ടതില്ല. അവരാഘോഷമായി പോയിക്കോട്ടെ, നമ്മുടെ ആഘോഷമായിട്ട് അവരേറ്റെടുക്കുന്നില്ലല്ലോ. ഞാനിത് പറയുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പൊ നമുക്ക് ഓണം കഴിഞ്ഞ് പോയിട്ടുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ട്, പലതും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പെരുന്നാളിന്റെ ഇപ്പൊ വരാൻ പോകണല്ലോ. സ്കൂളിപ്പോ അടയ്ക്കുന്നതിന്റെ അവസാന സമയത്താണ് പെരുന്നാൾ വരാൻ പോകുക. നോയിക്കോളി, ഏതെങ്കിലും സ്കൂളിൽ പെരുന്നാൾ ആഘോഷം നടക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. ക്രിസ്മസ് അവരാഘോഷിക്കും, ഓണം അവരാഘോഷിക്കും. അവരാഘോഷിക്കുമെന്ന് മാത്രമല്ല, ആ സകല കോലക്കേടിലും അതേ വേഷം ചുറ്റി നമ്മളുടെ കുട്ടികളുണ്ടാവും. കുട്ടികൾ മാത്രമല്ല, അത്യാവശ്യം കാര്യബോധമുള്ള അധ്യാപകരുണ്ടാവും കൂട്ടത്തിൽ. ചോപ്പ് ധരിക്കാനും സെറ്റുമുട്ടെടുക്കാനും. നമ്മളുടെ ആഘോഷങ്ങൾ അവരുണ്ടാവില്ല. അവർ നമ്മളുടെ ആഘോഷങ്ങൾ അവർ ആഘോഷിക്കുന്നു എന്നതുകൊണ്ട്, ആഘോഷിക്കുമെന്നതുകൊണ്ട് അവരുടെ ആഘോഷം നമ്മൾ ആഘോഷിക്കാമെന്നല്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂന വലാ അൻതും അബിദൂന മാ അഅബുദു വലാ അന അബിദും മാ അബദ്തും വലാ അൻതും അബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ തൊട്ട് ഞാൻ ആഘോഷിക്കാൻ തയ്യാറല്ല, എന്റെ തൊട്ട് നിങ്ങൾ ആഘോഷിക്കുന്നില്ലല്ലോ. എത്ര കൃത്യമായിട്ട് കൂടെ പറഞ്ഞു വെക്കുന്നല്ലോ. സൂറത്തുൽ കാഫിറൂൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് മുമ്പാകെ ഓതി വെക്കുകയാണ്.
അവർ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാൻ വന്നതാണ്. മുഹമ്മദേ, ഒരു കൊല്ലം ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, അടുത്ത കൊല്ലം തിരിച്ച് ഞങ്ങളും ഇങ്ങോട്ട് നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കാം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഒരു കൊല്ലം ബാക്കി ദൈവങ്ങളെ കൂടെ കൂട്ടി മുഹമ്മദ് ആരാധിക്കുക, അടുത്ത വർഷം ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പോയിക്കൂടെ? മതേതര രീതി പുതിയ സമർപ്പിക്കുകയാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹ് എന്താ ആയത്തിറക്കിയത്? അല്ലെ, കാഫിറുകളെ പച്ചക്ക് വിളി, യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയുക, ഏ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ എന്നെ കിട്ടില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്ന ഏകദൈവത്തെ ആരാധിക്കാൻ നിങ്ങളും തയ്യാറല്ലല്ലോ. ആയത്ത് അതിന്റെ പിന്നെ ആവർത്തിക്കുന്നു 3-4 ആയത്തുകളിൽ. അതുകൊണ്ടൊരു കാര്യം അസന്നിഗ്ധമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതവുമായി മാർഗവുമായി മുമ്പോട്ട് പോവാം. എനിക്ക് വലിയ ദീൻ, എനിക്ക് എന്റെ മാർഗം. അപ്പൊ വാലന്റൈന് തേടല്ല, ഇനി വാലുള്ള ഡേ ആണെങ്കിൽ ഇല്ലാത്ത ഡേ ആണെങ്കിൽ ഓണാണെങ്കിൽ ക്രിസ്തുമസ് ആണെങ്കിൽ ഏതും ആയിക്കോട്ടെ നമുക്കൊരു നിലപാടുണ്ട്. അതുകൊണ്ട് ആചാരങ്ങള് ആഘോഷങ്ങളൊക്കെ, ഇപ്പൊ ചില ആളുകളുടെ വാദം എന്താ അറിയോ, അത് ആഘോഷമല്ലേ, ഇത് മതവുമായിട്ട് എന്താ ബന്ധം? അത് മതത്തിന്റെ ബന്ധം ആ വിഷയത്തിലുണ്ടെന്നുള്ള ഖുർആനായത്ത് ഹദീസും ഇപ്പൊ പറഞ്ഞു വെച്ചത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മതത്തിന്റെ ഭാഗമാണ്. നമ്മൾ അവരുടെ ആഘോഷങ്ങളോട് യോജിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം കുഫറിനോട് യോജിക്കുന്നു എന്നാണ്. അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അവരുടെ കുഫറിനോട് യോജിക്കുന്നു എന്നാണ്. ഈ കുഫാറുകളുടെ ഉത്സവങ്ങള്, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആഘോഷങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് അവർ ആഘോഷിച്ച കുറെ ആഘോഷങ്ങളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായൊരു മുസ്ലിം സമുദായത്തിലേക്ക് നിയുക്തനായ പ്രവാചകനായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരുമ്പോൾ മക്ക മദീന പരിസരങ്ങളിൽ ഇസ്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ജാഹിലിയ കാലഘട്ടത്തിൽ റസൂൽ ജനിക്കുന്നത്. മറ്റേയാളും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആരും ആ നാട്ടിൽ വളരെ കുറഞ്ഞ കൈവെണ്ണയിൽ ഉണ്ടാവുന്ന കുറഞ്ഞ വറഖത്ത് ബിൻ നൗഫലിനെ പോലെ കുറച്ച് ആളുകൾ ആ നാട്ടിലുണ്ടെന്നല്ലാതെ ബാക്കി മുഴുവൻ എങ്ങേയറ്റം കുഫ്ർ ശിർക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ ആ റസൂൽ ജനിക്കുന്നത്. റസൂൽ വന്നിട്ട് ആ ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതുവരെയും ഉണ്ടായിരുന്ന മുഴുവൻ അനിസ്ലാമികതകളെയും കൈയൊഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അവർ ഇസ്ലാം സ്വീകരിച്ച് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തങ്ങൾ കഴിഞ്ഞ വർഷം ഇസ്ലാം സ്വീകരിച്ച ഒരാളെ ഒരു സഹാബി ഇസ്ലാം സ്വീകരിച്ചു വരുന്നു, അല്ലെ? അപ്പൊ ആ സഹാബി നബീന്റെ കൂടെ ജീവിച്ച് ഏറെക്കുറെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷം തങ്ങൾ ആഘോഷിച്ച ഒരു ആഘോഷത്തിന്റെ ദിവസമായി. നമ്മളങ്ങനെയാണ് എഴുതി വെക്കുക, ഇന്ന ഫസ്റ്റ് നടക്കുന്ന ദിവസമാണ് ഇന്ന ആഘോഷം നടക്കുന്നത്. കഴിഞ്ഞ വർഷമായി, അതിന്റെ സമയം ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അല്ലെ? അനസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന. ഇതേപോലൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ. മദീനയിൽ റസൂൽ വരുമ്പോഴത്തേക്കും അവിടുത്തെ 2 പ്രാദേശിക ഉത്സവങ്ങൾ നടക്കുന്ന 2 ദിവസം അവിടെ അതിന് മുന്നേ ഉണ്ടായിരുന്നു. നബി വരുന്നതിന് മുമ്പ് മദീനക്കാർ അവരുടെ ഒരു വർഷത്തിൽ 2 വട്ടം അവർക്ക് അവിടെ പ്രാദേശിക പെരുന്നാളുണ്ട്, പ്രാദേശിക ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം മദീനക്കാര് പതിയെ ചമയങ്ങളൊരുക്കി, ചണ്ട കൊട്ടി, എല്ലാം തയ്യാറാക്കി പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഉത്സവം തുടങ്ങി. അപ്പൊ നബി ചോദിക്കുകയാണ്, ഇതെന്താണ് പുതിയൊരു പുതുമ, നിങ്ങളെന്താ ഇപ്പൊ ആഘോഷം നടത്തുന്നത്, ഇപ്പൊ എന്താ ഉത്സവം ഈ സമയത്ത്? അപ്പൊ സഹാബികൾ പറഞ്ഞിട്ട്, കുന്നാ നൽഅബു ഫീമാ ഫിൽ ജാഹിലിയ്യത്തി യാ റസൂലല്ലാഹ്, നബിയെ അത് ഞങ്ങള് ഈ ദിവസം എന്നുള്ള ഞങ്ങളുടെ പ്രാദേശിക ഉത്സവത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു. നബിയുടെ അവർ പറയാണ്, റസൂൽ എന്താ നിങ്ങളുടെ പ്രാദേശിക ഉത്സവത്തിന്റെ ഭാഗമാണല്ലേ, എന്നാ പിന്നെ ആയിക്കോളൂ, കുഴപ്പമില്ല, അവർ കസേര ഇട്ട് തരും, ഞാനിരുന്ന് കാണാം, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ദാവൂദ് നസായിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, അള്ളാഹു നിങ്ങൾക്ക് ഈ 2 ദിവസത്തിന്റെ ഈ പ്രാദേശിക ഉത്സവത്തിനേക്കാൾ മികച്ച 2 ആഘോഷങ്ങളെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് യൗമുൽ അൽഹാ, യൗമുൽ ഫിത്തർ, അത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളുമാണ്. അത് ആഘോഷിച്ചാൽ മതി. ഇതിനിപ്പോ ഈ പരിപാടി നിർത്തിക്കോളൂ, ചണ്ടകൊട്ടൽ നിർത്തൂ, ചമയങ്ങൾ അഴിച്ചു വെക്കൂ, പിരിഞ്ഞു പോകും എല്ലാരും വീട്ടിലേക്ക്. റമദാൻ വരും, പിറ്റേന്ന് പെരുന്നാളുണ്ട്, അത് നിങ്ങൾ ആഘോഷിച്ചോളൂ, കളിച്ചോളൂ, പാടിക്കോളൂ, തുള്ളിക്കോളൂ. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഹജ്ജിന് ശേഷം വരുന്നു വലിയ പെരുന്നാള്, അന്നും നിങ്ങൾ ആഘോഷിച്ചോളൂ. ഇതല്ലാത്ത വേറെ ആഘോഷങ്ങള് മറ്റു മതക്കാരുടേതായിട്ട് നിങ്ങളൊട്ട് പിടിക്കേണ്ട എന്നുള്ള കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞാൽ, സഹോദരങ്ങളെ,
കുറേ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവധി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിങ്ങളായി ഹനീഫൻ മുസ്ലിമൻ എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക, തഖ്വ മുറുകെ പിടിക്കുക, ഇഖ്ലാസോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. ഇബാദുർ റഹ്മാൻ, കരുണാവാരിധിയായ നാഥന്റെ ദാസന്മാരാണ്. ഇബാദുർ റഹ്മാന് ഉള്ള ചില പ്രത്യേകതകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ 72-ാമത്തെ ആയത്തിൽ പറഞ്ഞു. വല്ലദീന ലാ യശ്ഹദൂന സൂ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. അള്ളാഹുവിന്റെ കരുണാവാരിധിയായ നാഥന്റെ അടിയാറുകൾ അവർ ലാ യശ്ഹദൂന അസ്സൂർ, അവർ കളവുകൾക്ക് സാക്ഷിയാകുന്നവരല്ല. ആളുകൾ പലതും ഇങ്ങനെ കള്ളമുണ്ടാക്കി കെട്ടിച്ചമച്ച് പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ അതിന് കൂടാൻ പോവുക. ലാ യശ്ഹദൂന അസ്സൂർ, അത്തരം ആഘോഷങ്ങളിൽ നമ്മൾ ഉണ്ടാവില്ല, നമ്മൾ ആ പരിസരത്തേക്ക് പോവില്ല എന്ന് മാത്രമല്ല, ഇനി അങ്ങനത്തെ ഒരു ആഘോഷം നടക്കുമ്പോഴത്തേക്ക് മാവഴിക്കുന്ന വണ്ടിയിൽ നിന്ന് പോകേണ്ടി വന്നു, അങ്ങനെ ഉണ്ടാകാമല്ലോ. റോഡിലാണല്ലോ, ഒക്കെ നിരത്തിലേക്കാണ് ഇറങ്ങുക. എല്ലാ പരിപാടിയും റോഡ് സ്തംഭിപ്പിച്ചിട്ട് അവിടെ വന്നിട്ടാണ് എല്ലാ പരിപാടിയും തുടങ്ങി വെക്കുക. അതിനുവേണ്ടി മൈതാനങ്ങൾ ഉണ്ടാവും, അവിടെ ഒന്നും അവരിരിക്കില്ല. നാട്ടുകാർക്ക് കുറച്ച് ഗതാഗത സംവിധാനത്തിന് തടസ്സം ഉണ്ടാക്കണം, അപ്പോഴേ സമാധാനമാവുള്ളൂ. അങ്ങനെ നിങ്ങൾ കാറും കൊണ്ട് ബൈക്കും കൊണ്ട് ആ വഴിക്ക് പോകുമ്പോഴത്തേക്കും ഇതിലൊന്നിൽ പെട്ടുപോയി, എന്താ ചെയ്യുക? ആ നല്ല വഴി കിട്ടുന്ന ആസ്വദിക്കാം, അല്ലേ? അല്ല, വൈദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. അത്തരത്തിലുള്ള അനാവശ്യ വൃത്തികെട്ട വിനോദങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാവുമെങ്കിൽ മറൂ കിറാമ, മാന്യമായി ആ വഴിക്ക് പോകും. അതിൽ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പങ്കെടുക്കാതെ എനിക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മുറിച്ചു കടന്നു പോകണം എന്നുള്ള നിലക്ക് അങ്ങനെ മാന്യമായി കടന്നു പോകുന്നവരാണ് ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ നാഥന്റെ അടിയാറുകൾ എന്ന അല്ലാഹു എന്ന് വിശേഷിപ്പിച്ച ഏറ്റവും മികച്ച മുത്തഖികളായ ആളുകളുടെ പ്രത്യേകത. ആ പ്രത്യേകതയിലേക്ക് നമ്മൾ മാറുക. തിന്മകളോടുള്ള നമ്മളുടെ നിലപാടായിരിക്കണം ഈ ആയത്ത് നമുക്ക് പറഞ്ഞു. അതാണ് നമ്മൾ അനുവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ശരിയാവണ്ണം പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥൻ നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവേ, ധാരാളം പാപങ്ങൾ അറിഞ്ഞും അറിയാതെ ചെയ്തിട്ടുണ്ട്. നാഥാ, നീ ഞങ്ങൾക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരവേ അല്ലാഹു. രോഗികളായ പല ആളുകളും പ്രാർത്ഥിക്കാനായി ഞങ്ങളോട് ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു, എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണ്. എല്ലാം മാറ്റിക്കൊടുക്കാനും നിനക്ക് മാത്രമാണ് കഴിയുന്നത്. അല്ലാഹുവേ, നീ എല്ലാവർക്കും മനസ്സമാധാനവും സുഖവും ശാന്തിയും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു. വിശുദ്ധ റമദാനിലേക്ക് നീ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണമേ അല്ലാഹു. വരുന്ന ദിനരാത്രങ്ങൾ അല്ലാഹുവേ ഇബാദത്തിൽ കഴിഞ്ഞുകൂടാൻ, അങ്ങനെ മനസ്സ് സമ്പൂർണമായി ഇബാദത്തിൽ മുഴുകിയ ആളുകളായിട്ട് റമദാനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.